തമിഴ്നാട്ടിൽ ടാസ്മാക് അഴിമതിയിൽ ബി.ജെ.പി. പ്രതിഷേധം തടയാൻ നേതാക്കളെ വീട്ടുതടങ്കിലാക്കി പോലീസിനെതിരെ പ്രതിഷേധം. തമിഴിസൈ സൗന്ദരരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് സമരത്തിന് മുന്നോടിയായി കസ്റ്റഡിയിലെടുത്തത്. തമിഴിസൈ സൗന്ദരരാജന്റെ വസതിക്ക് മുന്നിൽ ബി.ജെ.പി. പ്രവർത്തകരും പോലീസുമായി സംഘർഷമുണ്ടായി. ചെന്നൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്ന് പ്രതിഷേധം നടത്തുമെന്ന് ബി.ജെ.പി. വ്യക്തമാക്കിയിരുന്നു. Near my house itself, they are arresting. They are telling they will allow me. I won't go separately. I wanted everyone to come with me. So they agala poranga. Appo ellarum kootit pono. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനുണ്ട്. ജിഷ്ണു, നേതാക്കളെ വീട്ടുതടങ്കിലാക്കി സമരത്തെ ചെറുക്കുകയായിരുന്നു സ്റ്റാലിൻ സർക്കാരിന്റെ നീക്കം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തമിഴ്നാട്ടിൽ മദ്യനയ അഴിമതിക്കെതിരെ ബി.ജെ.പി. പ്രതിഷേധം കടുപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇന്ന് ചെന്നൈയിൽ വലിയ പ്രതിഷേധ പരിപാടി ബി.ജെ.പി. ആസൂത്രണം ചെയ്തത്. എന്നാൽ ആ പ്രതിഷേധത്തിലേക്ക് നേതാക്കളെ എത്താൻ സമ്മതിക്കാതെ ചില നേതാക്കളെ വീട്ടുതടങ്കലിലാക്കുകയും വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള തമിഴിസൈ സൗന്ദരരാജൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഡൽഹിയിൽ നടന്നതിന് സമാനമായി തമിഴ്നാട്ടിൽ മദ്യവിതരണശാലകൾ അനുവദിക്കുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നു എന്നുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിരുന്നു. ഈ അഴിമതി നടത്തിയിട്ടുള്ളത് മന്ത്രി സെന്തിൽ ബാലാജിയും മുഖ്യമന്ത്രി സ്റ്റാലിനും ഒരുമിച്ച് ആസൂത്രണം ചെയ്താണ് ഇത്തരത്തിൽ അഴിമതി നടത്തിയതെന്നും ആരോപണം നേരിടുന്നവർ രാജിവെച്ച് അന്വേഷണം നേരിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കുന്നത്. ആ പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഇന്ന് ചെന്നൈയിൽ പ്രതിഷേധ പരിപാടികൾക്ക് ആസൂത്രണം ചെയ്യുകയും അതിലേക്ക് എത്തിയിട്ടുള്ള തമിഴിസൈ സൗന്ദരരാജൻ, അണ്ണാമലൈ തുടങ്ങിയിട്ടുള്ള നേതാക്കളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തമിഴിസൈ സൗന്ദരരാജന്റെ വസതിക്ക് മുൻപിൽ നേതാക്കളും പോലീസും തമ്മിൽ ബലപ്രയോഗമുണ്ടായി. പോലീസ് ബലം പ്രയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തകരെ നീക്കം ചെയ്തുകൊണ്ട് തമിഴിസൈ സൗന്ദരരാജനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിരവധി നേതാക്കളെ പോലീസ് വീട്ടുതടങ്കലിലാക്കി. സമരം അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും 1000 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതുമാണ് തമിഴ്നാട് ബി.ജെ.പി. അധ്യക്ഷൻ അണ്ണാമലൈ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം സമരം ശക്തമായി തുടരും എന്നുള്ളതും തമിഴ്നാട് ബി.ജെ.പി. അറിയിക്കുന്നു. നേരത്തെ ഗതാഗത മന്ത്രിയായിരിക്കെ നടത്തിയിട്ടുള്ള അഴിമതികളുടെ പേരിൽ നിയമനത്തിന് പകരം പണം വാങ്ങി എന്നുള്ള അഴിമതിയുടെ പേരിൽ അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തിട്ടുള്ള സെന്തിൽ ബാലാജിയെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടൻ തന്നെ വീണ്ടും മന്ത്രിയാക്കിയത് മുഖ്യമന്ത്രി സ്റ്റാലിനും ഇത്തരം അഴിമതികളിൽ പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണെന്നും സ്റ്റാലിനും ആരോപണം നേരിടുന്ന മന്ത്രിമാരും രാജിവെച്ച് സ്വതന്ത്രമായ അന്വേഷണം നേരിടണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബി.ജെ.പി. പ്രതിഷേധം ശക്തമാക്കുന്നത്. ദൃശ്യ കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.